ഓക്കെ, അപ്പൊ ഞാൻ പാട്ട് പാടും. ഓരോ ആക്ടറിന്റെയും ആക്ഷനും ഫേഷ്യൽ എക്സ്പ്രഷനും മാറ്റി മാറ്റി കൊടുത്തോണ്ടേയിരിക്കണം. റെഡി? 1 2 3 സ്റ്റാർട്ട്. മാനെന്നും വിളിക്കില്ല, മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണി വിളക്കേ, നിന്നെ ഞാൻ മാടത്തിൻ മണി വിളക്കേ. ഉള്ളിൽ കടന്നു കരൽ കൊള്ളയടിക്കും, നിന്നെ കള്ളിപ്പെണ്ണെന്നു വിളിക്കും, നിന്നെ ഞാൻ കള്ളിപ്പെണ്ണെന്നു വിളിക്കും. ആടാനും വരില്ല ഞാൻ, പാടാനും വരില്ല ഞാൻ, പാടത്തെ പച്ചക്കിളിയേ, ചൊല്ലിടാം പാടത്തെ പച്ചക്കിളിയേ. നീലിച്ച പുരികത്തിൻ പീലിക്കെട്ടൊഴിഞ്ഞെന്നെ തൂണാക്കി മാറ്റിയല്ലോ, എന്നെ നിന്റെ തൂണാക്കി മാറ്റിയല്ലോ. ചേലൊത്ത പുഞ്ചിരിയാൽ പാല് കുറുക്കി തന്ന് വാലാക്കി മാറ്റിയല്ലോ, എന്നെ നിന്റെ വാലാക്കി മാറ്റിയല്ലോ. മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണി വിളക്കേ, നിന്നെ ഞാൻ മാടത്തിൻ മണി വിളക്കേ. മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണി വിളക്കേ, നിന്നെ ഞാൻ മാടത്തിൻ മണി വിളക്കേ. അപ്പൊ കൊയിലാണ്ടി പ്രോഗ്രാം നമ്മൾ അലിക്ക രക്ഷപ്പെട്ടോളൂ. പുറത്തൊരു വാഹനം നീക്കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അമീർ, ഇവിടെ തങ്ങുന്നത് അപകടമാണ്. ഏത് നിമിഷം പോലീസ് ഇവിടെ എത്തും. എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം, എത്രയും വേഗം. രക്ഷപ്പെടാം. അതിനു മുമ്പ് എന്റെ ഇക്കായെ കൊന്നവരെ എനിക്ക് കണ്ടെത്തണം. അതിനു വേണ്ടിയാ നിന്നെ ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് ജയിലിൽ നിന്നും രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്നത്. എന്റെ ബാപ്പായും ഇക്കായും ജയിലിലായത് ആ തന്തയില്ലാ കഴിവരുകൾ മിമിക്രിക്കാർ കാരണമാണ്. അവരെ എനിക്ക് വേണം. നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. ഒരേ ഒരു കണ്ടീഷൻ, ഏത് വിധേനയും സുരക്ഷിതമായി എന്നെ മറുകരയിൽ എത്തിച്ചിരിക്കണം. ഐ മീൻ ഷാർജ. ആദ്യം ഈ വേഷമൊക്കെ ഒന്ന് മാറും. എല്ലാവർക്കും കരീന പൂ കൊടുത്തു എന്ന് കേട്ടു, എനിക്ക് മാത്രം തന്നില്ല. പക്ഷെ എനിക്കതിൽ പരിഭവമൊന്നുമില്ല കരീന. ദേ കണ്ടോ ചെമ്പരത്തി പൂ. ഇത് കരീനയ്ക്ക് തരാനായിട്ട് ഞാൻ ചെമ്പരത്തി വൃക്ഷത്തിന്റെ മുകളിൽ വലിഞ്ഞു കയറി പറിച്ചെടുത്തതാണ്. ദേ ഇവിടെ അത്രയും വലിയാണ്. ഇത് പിടി. എന്നെക്കാളും പൂ നന്നായി ചേരും. പൂ മാത്രമല്ല, കരീനയും എനിക്ക് നന്നായിട്ട് ചേരും. ആ കരീന, നാളെ എന്റെ അഴിഞ്ഞാട്ടാ, അല്ല അരങ്ങേറ്റം, അങ്ങ് കൊയിലാണ്ടിയിൽ വെച്ച്. കാക്കിക്കുള്ളിലെ എന്റെ കലാകാരനെ ചവിട്ടി പുറത്തെടുത്തിട്ടിട്ട് ഞാൻ കാണിച്ചു തരും കരീനയ്ക്ക്. കരീന വരില്ലേ എന്റെ കയറ്റം കാണാൻ? വരണം, ഞാൻ പ്രതീക്ഷിക്കും. ഓടിക്കോ, ഇന്ന് വേണ്ട, നാളെ എല്ലാരും ഓടിക്കോ, ഓടിക്കോ. എന്താ എന്താ ഒന്നും അറിയില്ല, ഓടാൻ പറഞ്ഞു. ഓടിക്കോ. കാസിംബായുടെ കൂടെയുള്ള അലിഖാൻ ജയിലിൽ ചാടി. ഇനി ഒരു നിമിഷം ഇവിടെ അലിഖാൻ നമ്മളെ തല്ലി കൊല്ലുവച്ചോ. ഞാൻ എന്റെ കടമക്കുടിയിലുള്ള കൊച്ചമ്മയുടെ വീട്ടിൽ പോയി നിൽക്കാൻ പോണേ. അലിഖാൻ ജയിൽ ചാടി എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പേടിക്കേണ്ട കാര്യം എന്താ? അങ്ങനെയാണെങ്കിൽ കൊയിലാണ്ടിലെ പരിപാടിക്ക് പോകാതിരിക്കുന്നതാണ്. അത് ശരിയാവില്ല. എനിക്ക് ആദ്യമായിട്ട് ഒരു പരിപാടി കിട്ടിയപ്പോഴാ അത് കലക്കാൻ വേണ്ടിട്ട് അവന്റെ വൃത്തികെട്ട ജയിൽ ചാട്ടം. അതെ, ഇനി അലിഖാൻ അല്ലെ അത് ഷാറൂഖ് ഖാൻ വന്നാലും ശരിയാണ്. കൊയിലാണ്ടി പരിപാടി നമ്മൾ കളിച്ചിരിക്കും. ഈ സാറിന് ഭ്രാന്ത് തന്നെ. നിങ്ങൾ ഏവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്ന കൊച്ചിൻ കലാദർശനയുടെ മാജിക്കൽ മിനിറ്റ്സ് മ്യൂസിക്കൽ നൈറ്റ് ഇതാ ആരംഭിക്കുകയാണ്. സഹൃദയരെ, ഭൂമിയിൽ നിന്ന് മരിച്ച് പരലോകത്തെത്തിയ രണ്ട് സ്ത്രീ പരേതാത്മാക്കളെ ചിത്രഗുപ്തൻ വിചാരണ ചെയ്യുന്ന അതിരസകരമായ ഒരു സ്കിറ്റാണ് ആദ്യമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പരേതാത്മാക്കൾക്കൊപ്പം നിങ്ങൾ ഏവരെയും യമലോകത്തേക്ക് സഹർഷം സ്വാഗതം ചെയ്തു കൊള്ളുന്നു.
എന്താ പേര്? എന്താ പേര്? കാമാക്ഷി. ഭൂമിയിൽ എന്തായിരുന്നു നിനക്ക് പണി? ശരി ശരി. ഈ പരലോകത്ത് സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ എന്ന് നിനക്കറിയാലോ? എങ്കിൽ പറഞ്ഞു. കമാൻ പ്രൊസീഡ്. ഞാനും എന്റെ ഭർത്താവും അടങ്ങുന്ന കൊച്ചു കുടുംബം വളരെ സന്തോഷത്തോടും സംതൃപ്തിയിലുമാണ് ജീവിച്ചു പോകുന്നത്. കൊച്ചു കുടുംബത്തിൽ എത്ര മക്കളുണ്ടായിരുന്നു? 12 മക്കൾ. അപ്പോ വല്ലാണ്ട് വിഷമിച്ച് കാണുമല്ലോ. എല്ലാം സിസേറിയൻ ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. തള്ളേ. അയ്യോ, തള്ളേന്ന് വിളിക്കാൻ എനിക്കത്ര പ്രായമൊന്നുമില്ല. ഓക്കേ. അപ്പൊ പിന്നെ എനിക്ക് സ്വർഗ്ഗം കിട്ടില്ല കേട്ടോ. 12 മക്കളെ പെറ്റ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നിങ്ങളെ സ്വർഗത്തിലെ ആളായിട്ട് മോം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. ദാ, ആ വഴിയെ പോയാൽ സ്വർഗം. വേഗം ഓടിത്തള്ളുക. നമസ്കാരം ഡോക്ടർ. എന്താ കയ്യിലൊന്നും ഇടാൻ പോലെ? Excuse me, Gupta ji. Yes. Your good name, please. My name is Padmachi. പത്മ. താമര. Lotus. Thank you, Gupta ji. Oh, what a luck. Gupta ji എന്താ തിങ്ക് ചെയ്യുന്നത്? Nothing. I think nothing. കുട്ടിയുടെ ലൈഫ് സ്റ്റോറി ഓപ്പൺ ചെയ്തോളൂ. എന്റെ ലൈഫ് ഒരു ഓപ്പൺ ഡിക്ഷണറി പോലെയാണ് ഗുപ്ത ജി. എന്റെ പ്രൈവറ്റ് അഫയേഴ്സിൽ പോലും ഒരു മായം ഞാൻ ചേർത്തിട്ടില്ല. മുഖത്ത് അല്പ ചായ കൂടുതലുണ്ടെങ്കിലും മനസ്സിൽ മായം ചേർക്കാത്ത സുന്ദരിയും മഥാലക്ഷ്യയുമായ പത്മാക്ഷി. ഞാൻ SSLCക്ക് പഠിക്കുമ്പോൾ ഒരാളെ സ്നേഹിച്ചിരുന്നു. വൺ മിസ്റ്റർ അബ്ദുൽ കലാം. ആ പേര് വളരെ ഫെമിലിയർ ആണല്ലോ. +1 ആയപ്പോൾ അനദർ വൺ സേതുരാമയ്യ. ഓ ശരിയാ. +2 ചേർന്നപ്പോൾ അനദർ വൺ ഭരത് ചന്ദ്രൻ. IPS അല്ലേ? ഒടുവിൽ ഈ സ്നേഹവും പ്രേമവും വിദ്യയാണെന്ന് പറഞ്ഞപ്പോ ഭാര്യയെ തല്ലിക്കുന്ന ഒരു രണ്ടാം കെട്ടുകാരനെ എനിക്ക് മാരേജ് ചെയ്യേണ്ടി വന്നു. വൺ മിസ്റ്റർ മത്തായി. ഇഞ്ചക്കാടൻ മത്തായിയാണോ? Correct. അതെങ്ങനെ മനസ്സിലായി ഗുപ്ത ജി? ഞാൻ ചുമ്മാ ഗസ് ചെയ്തതാണ്. ആ കുട്ടിയെ കണ്ടിന്യൂ ചെയ്തോളൂ. ക്ലൈമാക്സിൽ അവസാനം മത്തായിയെ മക്കളെ ഉപേക്ഷിച്ച് അയാളുടെ ഇളയ സഹോദരൻ കോട്ടയം കുഞ്ഞിനോടൊപ്പം ഞാൻ ഒളിച്ചോടി. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? മിടുക്കി. പറയണേ ഗുപ്ത ജി, ഞാൻ ചെയ്തത് തെറ്റാണോ? Never. ഒരിക്കലുമല്ല. അപ്പോ എനിക്ക് സ്വർഗം കിട്ടില്ലേ ഗുപ്ത ജി? ഒരിക്കലുമില്ല. ഒരു കാലത്ത് നിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കില്ല. അത്രയ്ക്ക് പാപിയാണോ ഞാൻ? എന്നെ നരകത്തിലേക്കാണോ പറഞ്ഞയക്കാൻ പോകുന്നത്? അല്ല പത്മ, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള നിന്നെ ഈ ചിത്രഗുപ്തന്റെ ബെഡ്റൂമിലേക്കാ കൂട്ടിക്കൊണ്ടു പോകുന്നേ. വരൂ ഡാളി. അടുത്തതായി ബോബി ആൻഡ് ടീം അവതരിപ്പിക്കുന്ന സിനിമാറ്റിക് ഡാൻസ്. ഞാൻ പെണ്ണല്ല, കൊച്ചാൻഡിയാ. അളിയ അവൻ വിചാരിച്ച പോലല്ലട്ടാ. MC പോലീസ് കലക്കി. നമ്മുടെ ഗൗണ്ടർ കിറ്റ് അതിന്റെ മുകളിൽ നിൽക്കണം, അല്ലെങ്കിൽ തട്ട് കിട്ടും. അല്ല അവനിത് എവിടെ പോയി നമ്മുടെ ജിമ്മി? അവൻ ഇവിടെ എവിടെയെങ്കിലും കാണും. നേരത്തെ സ്ത്രീകളുടെ കിടന്ന് ചിറ്റി കറങ്ങണ്ടായിരുന്നു. ആ അത് പിന്നെ എവിടെ ചെന്നാലും അവന്റെ സ്ഥിരം പരിപാടിയാ. പണ്ട് ഇതേപോലെ ഒരു പ്രോഗ്രാമിനിടയിൽ ജിമ്മി ലേഡീസ് ടോയ്ലറ്റിനകത്ത് കയറിയപ്പോൾ ആൾക്കാർ ഇടി കൊടുത്ത് ഓർമ്മയുണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യും, അവന്റെ മൊബൈൽ ഫോണിൽ ഒന്ന് വിളിക്കുക, അല്ലെ പ്രോഗ്രാം കഴിഞ്ഞാൽ വന്നില്ലായിരിക്കും. സ്വിച്ച് ഓഫാ. എവന്റെ ഒരു കാര്യം നീ പുറത്തോട്ടൊന്ന് പോയി നോക്കിയേ. ഡാൻസ് ഇപ്പൊ കഴിയൂട്ടാ, പറഞ്ഞില്ലെന്ന് വേണ്ട. ഗൗണ്ടറുടെ മോനില്ലെങ്കിൽ ക്ലൈമാക്സ്. ജിമ്മി പരിസരത്തും കാണില്ലട്ടാ. അടുത്തതായി ഉണ്ണി ജിമ്മി മനോജ് ടീമിന്റെ സൂപ്പർ കോമഡി സ്കിറ്റ് ഗൗണ്ടർക്ക് പറ്റിയ അമളി. ട്രൈ അഗൈൻ എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ 3 ജിമ്മിയെ ലൈനിൽ കിട്ടുന്നില്ലല്ലോ അച്ചോ. ജിമ്മിക്ക് എന്തോ അപകടം സംഭവിച്ചു എന്ന് എന്റെ മനസ്സ് പറയുന്നു. പ്രോഗ്രാം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരാളുമായിട്ട് സ്റ്റേജിന്റെ പുറകിൽ വെച്ച് അവൻ കാര്യമായിട്ട് എന്തോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. അതിനുശേഷമാണ് കാണാതായത്. ആരെങ്കിലും ആയിട്ട് സംസാരിച്ചു എന്ന് വെച്ച് അവനെ കാണാതാവാൻ അവൻ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. എനിക്കൊരു ഡൗട്ട്, ഇനിയിപ്പോ ജയിലിൽ ചാടി അലീഖാന്റെ ആൾക്കാരായിരിക്കുമോ അന്ന് വന്നത്? എന്റെ ഈശോയെ, ഒരു തരത്തിലും ഈ ഉള്ളവന് നീ മനസമാധാനം തരില്ല എന്ന് വെച്ച കഷ്ടാട്ടോ. ഇനി അവനെ എവിടെ പോയി അന്വേഷിക്കാനാ? ഓ, രാവിലെ തന്നെ ബെഡ് കോഫി നുടഞ്ഞ് ന്യൂസ് പേപ്പർ നോക്കി ഇങ്ങനെ ഇരുന്നാ മതിയല്ലോ. മാസം കൃത്യമായി ശമ്പളം വന്ന് വിടില്ലേ നിങ്ങളെ പോലുള്ള ഓഫീസർമാർക്ക്? കൊലപാതകം നടന്നിട്ട് ഇത്രയും മാസങ്ങളായിട്ടും എന്റെ ഇക്കയെ കൊന്നവരെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? മിസ്റ്റർ CI, ഞാനും റസിയയും അന്ന് സ്റ്റേഷൻ വന്നപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്?
അടുത്ത ദിവസം തന്നെ കൊലയാളിയെ വലവീശി പിടിച്ചിരിക്കുമെന്ന്. എളുപ്പത്തിൽ വലവീശി പിടിക്കാൻ ഒട്ടക്കുളത്ത് കിടക്കുന്ന ചെറുമീനായിരിക്കണം കുറ്റവാളി. യൂണിഫോമും ധരിച്ച് മീശയെ മിനുക്കി പെൺകുട്ടികളുടെ മുമ്പിൽ ഷൈൻ ചെയ്ത് നടന്നാൽ മാത്രം പോരാ. ഒരു എഫിഷ്യന്റ് ഓഫീസറുടെ എബിലിറ്റി കീപ്പ് അപ്പ് ചെയ്യാൻ കൂടി കഴിയണം. നിർത്ത്. രാവിലെ കോട്ടേഴ്സിൽ കയറി വന്ന് സിൻസിയറിറ്റി എഫിഷ്യൻസി ഒന്നും പഠിപ്പിക്കാൻ നോക്കണ്ട. റസിയയുടെ ബ്രദറാണെന്ന കൺസിഡറേഷൻ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ പോലീസ് മുറയിൽ തിരിച്ച് ബിഹേവ് ചെയ്യാതിരിക്കുന്നത്. പബ്ലിക്കിനോട് പോലീസ് കുറച്ച് ജനകീയമാകാൻ നോക്കുമ്പോ ആർക്കും എന്തും വിളിച്ചു പറയാമെന്നാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കാസിം ബായുടെ കേസ് അന്വേഷിക്കാനും കൊലയാളിയെ കണ്ടെത്താനും പോലീസിനറിയാം. അത് ഞങ്ങൾ ചെയ്തോളാം. നിങ്ങളെ കൊണ്ട് അതിനൊന്നും കഴിയില്ല. നഷ്ടപ്പെട്ടത് എനിക്ക് എന്റെ ഇക്കായ. അതുകൊണ്ട് കൊലയാളിയെ കണ്ടെത്താനുള്ള ദൗത്യം ഞാൻ അങ്ങ് ഏറ്റെടുത്തു. അലക്സ്, ഇവനാ ജിമ്മി, ഈ നായിന്റെ മോനാ എന്റെ ഇക്കായ കൊന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലല്ലേ? ചോദിച്ചു നോക്കി ഇവനോട്. നീയാണോ കാസിം ബായെ കൊന്നത്? അതെ, ഞാനാ കാസിം ബായെ കൊന്നത്. എന്താ പ്രശ്നം? അവൻ ആ ജിമ്മി നമ്മളെ ചതിച്ചല്ലോടാ മക്കളെ. ജിമ്മി, എന്താടാ മോനെ, എന്താ നിനക്ക് പറ്റിയത്? എന്താ സംഭവിച്ചെന്ന് പറ. രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. നിനക്ക് ആരെയും കൊല്ലാൻ കഴിയില്ലെന്ന് ഞങ്ങൾക്കറിയാം. സത്യം പറ ജിമ്മി, എന്താ ഉണ്ടായത്? എന്തെങ്കിലും കയ്യബ്ദം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറ. നിന്നെ രക്ഷിക്കാൻ ആരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഞാൻ ശ്രമിക്കാം. അച്ചോ, ഫാദർ, പാപം ചെയ്യുന്നവരെ കുമ്പസരിപ്പിച്ച് മോക്ഷം നേടിക്കൊടുക്കുന്ന ഇടപാടല്ലിത്. ക്രിമിനൽ ഒഫൻസ്. ഇതിലെന്തോ ചതിയുണ്ട് സർ. ജിമ്മി നിരപരാധിയാണ്, എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാർ. അതിനാണല്ലോ ഇവിടെ നിയമവും കോടതിയൊക്കെ ഉള്ളത്. ഇന്നും നാളെ അവധിയായതിനാൽ തിങ്കളാഴ്ച ഞാൻ ഇവനെ കോടതിയിൽ ഹാജരാക്കും. പിന്നെ ഇവന് പറയാനുള്ളത് കോടതിയിൽ ബോധിപ്പിക്കട്ടെ. എന്തോ ജിമ്മി അങ്ങനെ ചെയ്യില്ല. ഒരു കൊലപാതകം ചെയ്യാനുള്ള മനക്കരുത്തൊന്നും അയാൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തീർത്ത് പറയാൻ വരട്ടെ, മുന്നും പിന്നും നോക്കാത്ത സ്വഭാവ ജിമ്മിയുടെ. നിന്റെ പറച്ചിൽ കേട്ടാത്തൊന്നും ജിമ്മിയാണ് കാസിം ബായെ കൊന്നതെന്ന്. അതല്ല ഉണ്ണി, നീ വിധി എഴുതണ്ട. അച്ഛൻ അവന്റെ ജാമ്യത്തിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. ആദ്യം അവൻ ജാമ്യത്തിൽ നിന്ന് ഇറങ്ങിക്കോട്ടെ. ഏതൊക്കെ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും കയ്യും കാലും പിടിച്ചിട്ടാ നിനക്ക് ജാമ്യം കിട്ടിയെന്ന് അറിയോടാ? ഇങ്ങനെ ഒരു കടുങ്ങയും ചെയ്യാൻ വേണ്ടിയിട്ടാണോടാ എന്റെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കാനെന്നും പറഞ്ഞ് നിങ്ങളൊക്കെ ഇവിടെ വന്നത്? എനിക്ക് ആരെയും കാണണ്ട, എല്ലാവരും ഇവിടെ നിന്ന് പോയിക്കോ. അച്ചു, ഞാനത് ചെയ്യുമെന്ന് അച്ഛൻ കരുതുന്നുണ്ടോ? എനിക്കത് കഴിയുമോ അച്ചു? പിന്നെ എന്തിനാടാ ചെയ്യാത്ത കുറ്റം നീ ഏറ്റത്? പറയാം, എല്ലാം ഞാൻ പറയാം. നോ മിസ്റ്റർ അമീർ, എനിക്കിന്ന് പോയേ പറ്റൂ. ഞാൻ നിനക്ക് തന്ന വാക്ക് പാലിച്ചു. നമ്മൾ തമ്മിൽ പറഞ്ഞുറപ്പിച്ച പോലെ തന്നെ ഇന്ന് മിഡ് നൈറ്റിനുള്ള ഫ്ലൈറ്റിൽ എന്നെ ഷാർജയിൽ എത്തിക്കാന്ന് വാക്ക് പറഞ്ഞു പോയിട്ട് ഇപ്പൊ നീ വന്ന് പറയുന്നു അത് പറ്റില്ലെന്ന്. അലി, നീ ജയിൽ ചാടിയ ഒരു കുറ്റവാളിയാണ്. നിന്നെ പോലെ ഒരുത്തനെ ഇവിടുന്ന് എയർപോർട്ട് കടത്താൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇപ്പോഴാണ് നിനക്ക് ഇങ്ങനെ ഒരു ബോധോദയം ഉണ്ടായ? കാസിം ബായെ കൊന്നവൻ ജയിലിലായല്ലോ, ഇനി ഞാൻ പിടിക്കപ്പെട്ട നിനക്കെന്താ അല്ലേ? കൂൾ ഡൗൺ അലി. അല്പസമയം എടുത്താലും നിന്നെ കൊണ്ടുപോയിരിക്കും. അതുവരെ നീ പോലീസിന്റെ കണ്ണിൽ പെടാതെ എവിടെയെങ്കിലും ഒളിവിൽ കഴിയണം. ഓ, നിനക്ക് നിന്റെ ആവശ്യങ്ങളെല്ലാം സാധിച്ചു കഴിഞ്ഞല്ലോ. ഇനി നിനക്ക് എന്നെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല അല്ലേ? അതല്ല അലി, ഉമ്മയുടെയും റസിയയുടെയും സംരക്ഷണം ഇപ്പൊ എന്റെ ചുമലിലാണ്. പെട്ടെന്ന് എടുത്തു ചാടി എന്തെങ്കിലും പ്രവർത്തിക്കാൻ നിന്റെ ഒരു ഉമ്മയും പെങ്ങളും പോയി ചാവറടാ അലി. തൽക്കാലം നീ പോ അലി. നോ, എനിക്കിനിയും ജയിലിലേക്ക് തിരിച്ചു പോകാൻ മടിയൊന്നുമില്ല. തീ ചൂളയിൽ വെന്തെരിഞ്ഞവൻ എന്നും അഗ്നിയിൽ തന്നെ കഴിഞ്ഞുകൂടേണ്ടവനാണെന്ന് നീ ധരിക്കണ്ട. ഇന്നത്തെ ഷാർജ ഫ്ലൈറ്റിൽ ഞാൻ പോയിരിക്കണം. ഇല്ലെങ്കിൽ
യെസ്, ഫൈസൽ മുഹമ്മദ്. അലിഖാൻ, നിനക്ക് രക്ഷപ്പെടാനാവില്ല. ഇല്ല, നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മോനായിരുന്നോ? എന്താ ഉമ്മ, ആയുസ്സും ആരോഗ്യവും നീട്ടിക്കിട്ടാൻ ഉമ്മ പടച്ചവനോട് പ്രാർത്ഥിക്കായിരുന്നു തോന്നുന്നു. എനിക്കിനി എന്തിനാ മോനെ കൂടുതൽ ആയുസ്? കാസിം പോയെങ്കിലും നിന്റെ റസിയാമ്മളുടെ കാര്യം നോക്കാൻ ഇപ്പൊ ഈ ഉണ്ടല്ലോ. ആ ഒരു സമാധാനം മാത്രമാണ് ഈ ഉമ്മയ്ക്കുള്ളത്. കാസിംകാടെ കൊലയാളിയെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. പോലീസിന്റെ ജോലി കൂടി എനിക്ക് ചെയ്യേണ്ടി വന്നുമ്മ. ആ, ഏതായാലും ഇനി വൈകണ്ട. ആദ്യം റസിയാക്ക് നല്ലൊരു നിക്കാ, പിന്നെ നമ്മൾ ഒരുമിച്ച് ഷാർജയിൽ സെറ്റിൽ ചെയ്യുന്നു. വാ മോളെ, ഞാൻ ഉമ്മയോട് പറയായിരുന്നു ഇനി വൈകണ്ടാന്ന്. നിന്റെ നിക്കാഹ് കെങ്കേമമായി തന്നെ ഈ ഇക്ക നടത്തിത്തരും. അതിനു വേണ്ട ഏർപ്പാടുകളൊക്കെ ഇക്ക ചെയ്തു കഴിഞ്ഞെന്ന് കൂട്ടിക്കോ. പക്ഷേ അതിനു മുമ്പ് അത്യാവശ്യം ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ദാ, ഈ കടലാസുകളിൽ ഉമ്മ ഒന്ന് ഒപ്പിട്ട് തന്നാ മാത്രം മതി. മടിച്ചു നിൽക്കാണ്ട് ഒപ്പിട്ട് താവുമ്മ. ഉമ്മയുടെ മകനല്ലേ ചോദിക്കുന്നത്. ഓ, നിനക്കിനി അത് വായിച്ചു നോക്കണമെന്നായിരിക്കും. നോക്കിക്കോ, വിവരവും പഠിപ്പൊക്കെയുള്ള പെണ്ണാണല്ലോ, വായിച്ചോ. വായിച്ചില്ലേ? ഇനി സമയം കളയാതെ ഉമ്മയോട് അതങ്ങ് ഒപ്പിട്ട് തന്നേക്കാൻ പറഞ്ഞോളെ. ഇല്ല, അത് നടക്കില്ല. എന്റെ ബാബയുടെ സകല സ്വത്തുക്കളും നിങ്ങളുടെ പേരിൽ എഴുതി വെച്ചിട്ടുള്ള ഈ ഡോക്യുമെന്റ്സ് ഉമ്മയ്ക്കും എനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്താ മോളെ ഇത്? അപ്പൊ നീ എന്നെ അന്യനായിട്ടാ കാണുന്നേ? മയ്യത്തായ കാസിംകാരുടെ സ്ഥാനത്ത് ഇനി ഞാനല്ലേ നിങ്ങൾക്കുള്ളത്? ബാപ്പായും ഇക്കായും കൂടി ഉണ്ടാക്കി വെച്ച എല്ലാ കുഴപ്പങ്ങൾക്കും ലോകപരിചയമില്ലാത്ത നിങ്ങൾ പെണ്ണുങ്ങൾ കോടതി കയറി ഇറങ്ങണോ ഉമ്മ? ഇല്ല, അതിനൊരിക്കലും ഞാൻ സമ്മതിക്കില്ല. ഒപ്പിടുമ്മ. ഇല്ല മീരെ, നിന്റെ റസിയയ്ക്ക് ബോധിക്കാത്ത ഒന്നും ഞാൻ ചെയ്യൂല. തൽക്കാലം പഴയ പോലെ എന്നെ കാര്യങ്ങൾ പോട്ടെ. ഇപ്പൊ എന്തിനാ ഇത്ര തിടുക്കപ്പെട്ട് ഈ എഴുത്തും കുത്തും ഒപ്പിടിലും ഒക്കെ? അത് വേണ്ട. വേണോ ഉമ്മ? കാര്യങ്ങൾ ഇനി പഴയതുപോലെ പോകാൻ പാടില്ല. പോവാൻ ഈ അമീർ സമ്മതിക്കില്ല. ഓള് പറയുന്നത് കേട്ട് ഉമ്മ ബുദ്ധിമോശമൊന്നും കാണിക്കണ്ട. ഒപ്പിട്. ഇല്ല, ഉമ്മ ഒപ്പിടില്ല. ഒപ്പിടും. നിനക്ക് ഓർമ്മ ഉണ്ടാവില്ല, പക്ഷേ ഉമ്മാക്ക് ഓർമ്മ ഉണ്ടാവും. കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ കെട്ടിയോൻ കാദർബായുടെ രണ്ടാമത്തെ കെട്ടിയോള് ഖദീജ എന്ന പേരുള്ളൊരു പാവം സ്ത്രീ 6 വയസ്സ് പ്രായമുള്ള ഓളുടെ കുട്ടിയെ കൊണ്ടുവന്ന് നിന്ന് കണ്ണീരൊഴുക്കിയത്. അന്നയും എൻ്റെ മോനെയും കൈവിട്ട് കളയല്ലേന്ന് കാല് പിടിച്ചത്. ഒരു നേരത്തെ അന്നം കൂടി കൊടുക്കാണ്ട്
ആ ഉമ്മയും മോനെയും പിഴച്ച തള്ളയെന്നും സന്തതിയെന്നും വിളിച്ച് നിങ്ങൾ ആട്ടി ഓടിച്ചു. അതൊന്നും മനസ്സിന്ന് പെട്ടെന്ന് പോവില്ല അമ്മ. എന്നാലും എല്ലാം ഞാൻ മറക്കും. അല്ലേ, കാസിംകാടെ കൊലയാളിയെ തേടി ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കി നടത്താനുള്ള അവകാശവും ഈ എനിക്കാ. ഒപ്പിടുമ്മ, ഒപ്പിടുമ്മ.